ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഡബിൾ എയുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. സോ ഞാൻ ക്ലാസ് കഴിഞ്ഞു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 7:30 കഴിഞ്ഞു. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. ജസ്റ്റ് എന്താണ് അതിനെപ്പറ്റി ഡബിൾ എ പേപ്പറിനെ പറ്റിയിട്ടുള്ളത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു തിയറി പേപ്പറാണത്. പിന്നെ അതിൻ്റെ മാർക്കിങ് എങ്ങനെയാണ് വരുന്നത്, ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ലൈക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ, എന്താണ് ഡബിൾ എ പേപ്പർ എന്ന് അറിയത്തില്ലാത്തവർക്കും. അതേപോലെ ECC എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു മാത്തമാറ്റിക്കൽ സാധനമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ചെറിയ മാറ്റം തരുന്ന ഒരു പേപ്പറാണിത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഒരു തിയറിയാണ്. നമ്മൾ നോളജ് വൈസ് നോക്കണമെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം അത് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണെന്നാണ് സാർ പറയുന്നത്. സോ നമ്മൾ അതിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് അങ്ങനെ ഒരു പേപ്പറാണിത്. അതുകൊണ്ട് ഇതിൽ മാത്തമാറ്റിക്സ് ഒന്നുമില്ല. ഇതുപോലെ തന്നെ ലോയുടെ പേപ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ തന്നെ മോർ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന ത്രിബിൾ എ പേപ്പറുണ്ട്. ഇതിലെല്ലാം തന്നെ ഇത് മൂവ് ഓൺ ചെയ്യുന്ന അങ്ങനെയാണ്. പിന്നെ FR, അതേപോലെ FA, അങ്ങനെ കുറച്ച് പേപ്പേഴ്സിൽ കൂടുതലും വരുന്നുണ്ട്. മാത്തമാറ്റിക്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ മറ്റേ കോസ് ടാൻ തീറ്റ അതൊന്നും അല്ല. ജസ്റ്റ് നിങ്ങൾ സാധാരണയായിട്ട് ഗണിക്കാനും ഹരിക്കാനും മാത്രം പഠിച്ചാൽ മതി. അതൊക്കെ ഉള്ളൂ ജസ്റ്റുള്ള സംഭവങ്ങൾ. അപ്പം ECC എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് പുള്ളികളായവർക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ട്രൈ ചെയ്യുന്ന ആർക്കും കിട്ടാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ മര്യാദയ്ക്ക് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ Day 1 ഓഫ് ഡബിൾ എ ക്ലാസ്സും അതേപോലെ എൻ്റെ ഓൾറെഡി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആവും. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെ കുറച്ച് വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട്. അങ്ങനത്തെ പരിപാടിയെല്ലാം അതിൽ ഇൻക്ലൂഡ് ആവും. സോ കാണാൻ താല്പര്യമുള്ളവർ കാണുക. പിന്നെ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നെക്സ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.